ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്ന പാസ്തയാണ്. അതിനായി ഒരു കടായിൽ വെള്ളമെടുത്ത് ചൂടാക്കുക. അതിനുശേഷം പാസ്ത ഇട്ട് വേവിക്കുക. ഒരു 10-12 മിനിറ്റ് പാസ്ത വേവിച്ചെടുക്കാൻ നോക്കുക. അതിനുശേഷം ഒരു ഊറ്റുകയിൽ കൊണ്ട് പാസ്ത കോരി മാറ്റുക. മറ്റൊരു പാൻ എടുത്ത് അതിലോട്ട് ആവശ്യത്തിന് എണ്ണ ഒഴിക്കുക. എണ്ണ ചൂടായതിന് ശേഷം ചോപ്പ് ചെയ്ത് വെച്ച ഗാർലിക് ഇടുക. ഗാർലിക് മുരിഞ്ഞതിന് ശേഷം ചോപ്പ് ചെയ്ത് വെച്ച ചിക്കൻ ഇടുക. ചിക്കൻ നന്നായിട്ട് ഇളക്കി ചേർക്കുക. ചിക്കൻ വെന്തതിന് ശേഷം ക്രഷ്ഡ് പെപ്പർ ആൻഡ് സോൾട്ട് ഇടുക. അതിനുശേഷം സവാള ഇടുക. സവാള പകുതി വേവിച്ചതിന് ശേഷം ക്യാപ്സിക്കം ഇടുക. ക്യാപ്സിക്കം പകുതി വേവിച്ചാൽ മാത്രം മതി. അതിനുശേഷം ചൂടായ പാനിലേക്ക് ബട്ടർ ഇടുക. ബട്ടർ മെൽറ്റായതിന് ശേഷം മൈദപ്പൊടി ഇടുക. മൈദപ്പൊടി ബട്ടറുമായിട്ട് നന്നായിട്ട് ഇളക്കി ചേർക്കുക. അതിനുശേഷം പാലൊഴിക്കുക. 2 കപ്പ് പാലാണ് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത്. പാലും മൈദപ്പൊടി നന്നായിട്ട് മിക്സ് ചെയ്യുന്നതിന് നന്നായിട്ട് ഇളക്കി ചേർക്കുക. ഒരു ക്രീമി രൂപത്തിലായതിനു ശേഷം അതിലോട്ട് ഒറിഗാനോ, ചില്ലി ഫ്ലേക്സ്, പെപ്പർ ഇത് 3ഉം ഇട്ട് ഇളക്കി ചേർക്കുക. ഇതിൻ്റെ ഫ്ലേവർ അതിലോട്ട് ഇറങ്ങിയതിന് ശേഷം നമ്മൾ ആദ്യം ഉണ്ടാക്കി വെച്ച ചിക്കനും ക്യാപ്സിക്കവും ഉള്ള മിക്സ്ചർ ഇതിലോട്ട് ഇളക്കി ചേർക്കുക. അതിനുശേഷം വേവിച്ച പാസ്ത ഇതിലോട്ടിടുക. എന്നിട്ട് എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഒരു 30 സെക്കൻഡോളം ഈ വൈറ്റ് സോസിൽ പാസ്ത വേവിച്ചെടുക്കാൻ നോക്കുക. അങ്ങനെ നമ്മുടെ പാസ്ത റെഡി ആയിരിക്കുകയാണ്. അതൊരു സെർവിങ് പ്ലേറ്റിലോട്ട് മാറ്റുക. ഗാർണിഷ് ചെയ്യുന്നതിനായി അതിൽ കുറച്ച് ചില്ലി ഫ്ലേക്സ് ആൻഡ് ഒറിഗാനോ അതിലോട്ടിടുക. അതിനുശേഷം ചൂടോടെ തന്നെ പാസ്ത കഴിക്കാൻ ശ്രമിക്കുക.